മോർണിംഗ് ആൻഡ് വെൽക്കം ഫ്രം ദുബായ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ദുബായിലായതുകൊണ്ട് ആദ്യമായി പ്രിയയുടെ ഔട്ട്ഫിറ്റ് കാണിക്കട്ടെ. പ്രിയ എനിക്കൊന്ന് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കാണുന്നത്. സോ ആദ്യമേ ആ ഡ്രസ്സ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. ഞാൻ നല്ലൊരു ഇൻട്രോ ഷോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മതിയാ? ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെങ്കിലും നല്ല രീതിയിൽ ഒരുങ്ങിയാൽ അതൊക്കെ തരാം. ഇങ്ങനെ ഒരുങ്ങിയാൽ ഞാൻ എടുക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. പക്ക ദുബായ് സ്റ്റൈലായിട്ടുണ്ട്. ഇത് പണ്ട് ഞാന് 1912 വാങ്ങിച്ച പാന്റ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു കയറിടേണ്ടി വരും, അത്ര ലൂസായിരിക്കും. പിന്നെ ഒരു ഷർട്ട്, പിന്നെ ആസ് യൂഷ്വൽ ഇത് ബാങ്കോക്ക്, അത് ബാങ്കോക്ക്, വാച്ച്. എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ദുബായ് മോളിലേക്കാണല്ലോ ഇന്ന് നമ്മൾ പോകുന്നത്. യു വിൽ ഫിറ്റ് റൈറ്റ് ഇൻ. ചെരുപ്പ് കറക്റ്റ് അല്ല. നല്ല മാച്ചാ. ഇത് എവിടുന്ന് വാങ്ങി? ഇപ്പൊ നമ്മള് വാങ്ങിയ അല്ലേ? ജോർജിയെന്ന് വാങ്ങിയ ചെരുപ്പാണ്. അപ്പൊ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഡാഡി ആയിരിക്കും ഏറ്റവും ഹാപ്പി. പൂത്തി വെക്കുന്നില്ലല്ലോ. അതെ 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 അതെ. പോവാം. സോ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അഡാജിയോ അപ്പാർട്ട്മെന്റ് ഹോട്ടൽ ദേറയിലാണ്. ഏറ്റവും മെയിൻ കാരണം ഞാൻ എടുത്തത് ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. സോ ഇറ്റ്സ് ഗോൾഡ് സൂക്ക് മെട്രോ ആണ്. വെരി കൺവീനിയൻറ്റ്, വെരി ഈസി. ആൻഡ് നമ്മുടെ ഫേവറേറ്റ് മന്തിക്കടയും ഇവിടെ എവിടെയും കണ്ടാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഗൈസ്, വെൽക്കം ടു ദുബായ് മോൾ. പ്രിയ ദുബായ് മോളിലേക്ക് വന്നത് സ്കൂട്ടർ പെട്ടി പ്രതീക്ഷിച്ചിട്ടാണ്. അത് പോയി. ഇനി അങ്ങോട്ട് നടന്നോ ഒരു 25 കിലോമീറ്റർ ഒരു ദിവസം. മറ്റേ സാധനം അല്ലേ ഇരുന്ന് പോകുന്നവർക്ക്? ഞാൻ ഇത് അറിഞ്ഞില്ല. നോക്കാം വന്ന ടിക്കറ്റ് വല്ല. ഇവിടെ പുതിയ അട്രാക്ഷൻ ആണെന്ന് തോന്നുന്നത്. നമ്മളിതുപോലെ ഒരു ഗ്ലാസ് റൂഫിലും കണ്ട് ഇതുപോലെ സഞ്ചിയിലിരുന്ന് സ്ലൈഡ് ചെയ്തൊക്കെ പോകുന്നു തോന്നുന്നു. അത് നോക്കട്ടെ, ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. എന്തായാലും അതിനൊന്ന് ദുബായ് മോളിലേക്ക് പോട്ടെ. അങ്ങ് കിടക്കുക. നടന്നോ എസ്കലേറ്റർ പോലെ അല്ലേ? അത് വേറെ കാര്യം അറിയോ? ഈ ദുബായ് മോളാണ് വേൾഡിലെ മോസ്റ്റ് വിസിറ്റഡ് റീറ്റെയിൽ സ്പേസ് ഇൻ ദ വേൾഡ്. ഒരു വർഷം 10 മില്യൺ വിസിറ്റേഴ്സാണ് വരുന്നത്. 10 മില്യൺ. പിന്നെ ഷോപ്പിങ്ങിനും എല്ലാത്തിനും ഒരു ദുബായ് വന്ന ദുബായിൽ വന്നതിന് ആരാണെങ്കിലും ഒരു ദുബായ് മോള് വിസിറ്റ് ചെയ്യാതെ പോകില്ലല്ലോ. എനിക്ക് തോന്നുന്നു കുറച്ച് പൈസ മുടക്കിയാലും ടാക്സി വരുന്നതായിരിക്കും നല്ലത്. കാരണം മെട്രോയിന്ന് മോളിനകത്ത് നടക്കാൻ വരെ അത്യാവശ്യമുണ്ട്. ആദ്യമേ ദുബായ് മോളിൽ കയറുമ്പോൾ ഉണ്ടല്ലോ മറ്റേ 10 പെർഫ്യൂമിന് 10 തീർം എന്നൊക്കെ പറഞ്ഞ് വരുന്ന ടീംസ് കാണും കേട്ടാ. അതിന് എത്ര ട്രോളാണ് വന്നിരിക്കുന്നത് അറിയോ? വേണ്ട, ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പെർഫ്യൂം 10 എടുത്തു കഴിഞ്ഞാൽ എന്നാൽ 10 ഒരെണ്ണത്തിൻ്റെ വിലയിൽ 10 നോക്കിയാൽ മൊത്തം ഇവിടെ പെർഫ്യൂംസ് വിൽക്കുന്നതാണ്. ഇതിൻ്റെ കുറേ മെയിൻ വന്നിട്ടുണ്ട്. എവിടെ? കെഫേസ് ആണ്. ഏതോ കെഫേ. അത് നമുക്ക് തരുമോ? എന്ത് നല്ല കെഫേ? അത് മാത്രമല്ല, എനിക്കൊന്ന് റംസാനും കൂടെ അല്ലേ, അതുകൊണ്ട് ഫുള്ളി ലിറ്റപ്പുമാണ്. അവർ റംസാൻ മ്യൂസിക്കുമാണ് പ്ലേ ചെയ്യുന്നത്. എനിക്കിവിടെ മെയിൻ ആദ്യമേ ചെയ്യേണ്ടത് എന്താ അറിയോ? ഇവിടെ ഒരു പുതിയ ഒരു ഏരിയ തുടങ്ങിയിട്ടുണ്ട്, ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞ്. അതൊന്ന് പോയി തപ്പണം. നല്ല ഭംഗിയാന്നാ. ഇതിനകത്തൊരു ഏരിയ ഉണ്ട്, ഡിസ്ട്രിക്റ്റ്. അത് പോയി തപ്പണം. ഇവിടെ ദുബായിൽ സെയിം സ്കൂട്ടർ പെട്ടി കണ്ട് മലേഷ്യയിൽ നിന്ന് വാങ്ങിയത്. ഇവിടെ എക്സാക്ട് ഡബിൾ. മലേഷ്യയിൽ 40,000 രൂപ, 41,000. ഇവിടെ 80,500. നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഫ്ലൈറ്റ് പിടിക്കുക, മലേഷ്യയിൽ പോവും വാങ്ങാം. ഈവൻ ചൈന ഒരു 1,000 rupees cheaper than മലേഷ്യ. ചൈനയുടെ ആണല്ലോ ഇത്. പക്ഷെ ചൈന ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലേ? അത് എക്സ്പെൻസീവ്. അപ്പൊ മലേഷ്യ ബെറ്റർ. അതെ, ഒരു ഹോളിഡേക്ക് പോയിട്ട് പെട്ടി വാങ്ങിയിട്ട് വന്ന് നിങ്ങൾ പിന്നെ ദുബായ് വന്നാലും ലാഭമാണ്. അതെ, അല്ലാതെ ഇത് ഇവിടെ വാങ്ങാൻ പറ്റില്ല. ബാങ്കോക്ക് എക്സ്പെൻസീവ് ആണല്ലേ? അത് റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാറുണ്ടല്ലോ. റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യാം. ആ കോഫി ഷോപ്പ് നോക്ക്, അടിപൊളിയല്ലേ? വേറെ കാര്യമുണ്ട്, ദുബായ് മോളിൽ വന്ന പൈസ എങ്ങനെ പോണെന്ന് അറിയാം. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ഒന്നും വാങ്ങാൻ തോന്നില്ല ആദ്യമായിട്ട്. കാരണം എന്താ അറിയോ? ഞാൻ വരുന്നത് ചൈനയിൽ നിന്നാണ്. അതുകൊണ്ടാ
പക്ഷെ വേറെ കാര്യമുണ്ട്, ചൈന പോയത് കൊണ്ട് വേറെ എവിടെ പോയത് ഒരു കമ്പാരിസണും വരും. അയ്യോ ഇതൊക്കെ ചീപ്പാ ചൈനയിലെന്ന് വരും അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചൈന പോണെങ്കിൽ എല്ലാ കൺട്രിയും കഴിഞ്ഞിട്ട് ചൈന പോയാൽ മതി. ചൈന പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും പോകാൻ തോന്നുന്നില്ല, ഇഷ്ടാവൂല. സ്റ്റണ്ണിങ് നോ ദി ദുബായ് മോൾ ഡിസൈനേഴ്സ്. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ കേട്ടിരിക്കുന്നത് ഈ ദുബായ് മോളിനെയൊക്കെ കാട്ടി മച്ച് മോർ ബ്യൂട്ടിഫുൾ ആണ് ഷാങ്കായിലുള്ള മോളെന്ന്. ടെക് വൈസും ഭയങ്കര എസ്തെറ്റിക് വൈസ് ഒക്കെ. വേറൊരു കാര്യം കൂടെ അറിയോ? മറ്റേ ആഞ്ചലീന ഉണ്ട് ദുബായ് മോളില്. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്നിട്ടില്ലേ, ഓർമ്മയില്ലേ? ദുബായിൽ പോയി ദുബായ് മോളിലാ. ഇവിടെ ഭയങ്കര വിലയായിരിക്കും. എനിക്കൊന്ന് 2000 രൂപ വരും ഒരു ഹോട്ട് ചോക്ലേറ്റിന്. നമ്മുടെ ഹയാത്തിന്റെ ഒരു ബുഫേയുടെ കോസ്റ്റ് ആയിരിക്കും ഇവിടെ ഒരു ഹോട്ട് ചോക്ലേറ്റിന് വെക്കാറ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇത് കാണാറില്ലേ, ഇഫ് യു വോണ്ട് ടു ഫീൽ പുവർ കം ടു ദുബായ് എന്ന്. സത്യം അതല്ലേ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ല ദുബായ് മോളിലൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ നമുക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു നമ്മുടെ സത്യം. എങ്ങനെയാണ് ഇവർ ഇതിന്റെയൊക്കെ കേറി ഇത്രയും പാക്കറ്റ്സ് ആയിട്ട് ഇറങ്ങി പോകുന്നത് നമ്മൾ വിചാരിച്ചു. അതാണ് ഏറ്റവും റീൽസ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു LVയുടെ ഒരു 10 എണ്ണം, ഇപ്പഴത്തെ ഡിയോറിന്റെ ഒരു 10 എണ്ണം, എന്നിട്ട് 2 സെക്യൂരിറ്റീസും ഇങ്ങനെ നടന്നു. എങ്ങനെ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഞ്ചലീന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കയറാതിരിക്കാൻ പറ്റില്ല. നിങ്ങളും കയറാതിരിക്കരുത്. കയറിയുടെ ഒറ്റ സാധനം കുടിക്കുക, ഹോട്ട് ചോക്ലേറ്റ്. ഇപ്പൊ നമ്മള് 3 സ്ഥലത്തുനിന്ന് കുടിച്ചു ആഞ്ചലീന. ദോഹന്ന് കുടിച്ചു, ഞാൻ 3 സ്ഥലത്തുനിന്ന് കുടിച്ചു. ഞാൻ ദോഹ, പാരീസ്, എല്ലാം സെയിം. റോമ. പക്ഷെ എനിക്കത് പറ്റില്ല. അത് പറഞ്ഞാൽ വെറും ചോക്ലേറ്റാ. ഇറ്റ്സ് ലൈക്ക് മെൽറ്റഡ് ചോക്ലേറ്റ്. അത് ഭയങ്കര ഷുഗർ റഷ്. ഇത് പക്ക ഡ്രിങ്കിങ് ചോക്ലേറ്റ്. ഇതാണ് എക്സാക്ട് ഡ്രിങ്കിങ് ചോക്ലേറ്റ്. ഞാൻ കുടിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആഞ്ചലീന പാരീസ്. സോ നോക്കട്ടെ, ദോഹ, പാരീസ്, നൗ ദുബായ്. ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആഞ്ചലീന മസ്റ്റ് ട്രൈ. അത്രേ പറയാനുള്ളൂ. അധികം സ്വീറ്റ് അല്ല കേട്ടോ, അധികം സ്വീറ്റ് അല്ല. ഭയങ്കര ഡാർക്ക് ചോക്ലേറ്റി ആണ്. കൊക്കോൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇപ്പം മറ്റേ ഒരു വെജിറ്റബിൾ ഫാറ്റ്സ്, വെജിറ്റബിൾ ഓയിലിൻ്റെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഇല്ല. ഭയങ്കര കട്ടിയല്ല, ആ സമയത്ത് ഭയങ്കര ലിക്വിഡും അല്ല. ഒരു പെർഫെക്റ്റ് ഹോട്ട് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹോട്ട് ചോക്ലേറ്റ്. സെറ്റ് ആയിരുന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം, ഇറ്റലിയിലുണ്ടല്ലോ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു, വിഷി എന്ന് പറഞ്ഞത്. അതിന്റെ കോമൺ എന്താ വെച്ചാൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ മതിലിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓർമ്മയുണ്ടോ? ഇറ്റലിയിൽ 2-3 സ്ഥലത്ത് പോയി. നമ്മൾ ഐസ്ക്രീമും കഴിച്ചു, ഹോട്ട് ചോക്ലേറ്റും കുടിച്ചു. ഓർമ്മയില്ല? അത് തന്നെ ഇങ്ങനെ മതിലിൽ കൂടെ ഒഴുകും. എന്നാലും അതിവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യന്റെ കാര്യം പറയുന്നത്. അവിടെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും. ഇത് രണ്ടും ഇവിടുത്തെ പുതിയ ഏരിയ ആണെന്ന് തോന്നുന്നത്. ഒന്ന് ചൈന ടൗണും ഡിസ്ട്രിക്റ്റും. എന്നാലും അതുകൊണ്ടായിരിക്കും ചൈനയിൽ പോകാനുള്ള കൊതി. എന്താ കേറുന്നില്ലേ? കേറിയാലും എനിക്ക് പെട്ടെന്ന് ഇറങ്ങാനൊന്നും പറ്റൂല. പെട്ടെന്ന് ഇറങ്ങണ്ട. പിന്നെ എന്താ പ്രിയ സമയം പോണു, ഞാൻ ആ സമയം കളഞ്ഞാന്ന് പറയാതെ. ഞാൻ ഇപ്പൊ കേറിയ രാത്രി 11 മണിക്ക് ഇറങ്ങുള്ളൂ. സമയം 6:30. പിന്നെ ഓരോ സാധനം വായിച്ച് നോക്കി ടെസ്റ്റർ എടുത്ത് നോക്കിയിട്ടൊക്കെ വേണ്ടി വാങ്ങണം. പൈസ സ്പെൻഡ് ചെയ്യുമ്പോ അത് നോക്കി വാങ്ങണ്ടേ? നോക്ക്, എനിക്കൊരു കിലിയന്റെ പെർഫ്യൂം വാങ്ങിയാൽ മതി. കിളി പോയാ? കിലിയാൻ ഞാൻ കേട്ട് ഭയങ്കര ട്രെൻഡിങ് ആണ്. 40,000 രൂപ കണ്ടേ ഉള്ളൂ. ലിബിന പറഞ്ഞ കേറിയൊരു റൗണ്ട് എടുത്തിട്ട് വരാം. ലിബിനാണ് വെറുതെ നശിപ്പിച്ചു. ലിബിനും ജോർജിനും മറ്റേ സാധാരണ ആക്സിന്റെ പെർഫ്യൂം അടിച്ചോണ്ടിരുന്ന ആളാ. കിളിയൻ തന്നെ വേണം. ലിറ്ററലി നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴേ എന്ത് വാങ്ങും എന്ത് വാങ്ങണ്ട എന്താ അല്ലേ ഒരു ശരിക്കും തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ലോട്ടറി അടിച്ചിട്ട് ഇവിടെ വരാം. അത് വേണ്ട. നമ്മള്
ഇവിടെ വന്ന് ഷോപ്പിംഗ് ചീപ്പ് ആവുന്ന രീതിയിൽ നമ്മളെ എത്തിയിട്ട് വരണം. അതാണ് രീതിയിൽ, അതാണ് വാശി. കാണിച്ചു തരാം ഞാൻ. എന്താ മെയിൻ അട്രാക്ഷൻ ആണ്. അതെ, ഓർമ്മയുണ്ടോ നമ്മള് ദുബായ് എക്സ്പോയ്ക്ക് വന്നപ്പോ ഇതുപോലെ വെള്ളം അടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലത്ത് കയറുന്നത്? ദുബായ് എക്സ്പോ അല്ലാതെ അതെ, എക്സ്പോ ആയിരുന്നു അത്. വെള്ളത്തിൽ ഇങ്ങനെ ഒരു ഫീൽ അല്ല എന്തൊക്കെ പറഞ്ഞാലും ദുബായ് മോള്. പൈസ പോകുന്ന വഴി അറിയില്ലെങ്കിലും. പിന്നെ വേറൊരു ഫുൾ സ്ക്രീൻ ഉണ്ട് വെള്ളത്തിന്റെ വേവ്സ്. ഇവിടെയോ? ഒരു ഷോപ്പിന്റെ ഫ്രണ്ട് ഏരിയ അത്. ഓർമ്മയുണ്ട്, കടല് പോലെ ഫുൾ സ്ക്രീൻ. എല്ലാം ദുബായില് ഇതുപോലെ തന്നെ ഹ്യൂജ് അല്ലേ. ഐസ് സ്കേറ്റിംഗ് റിംഗ് ആണെങ്കിലും സ്ക്രീൻസ് ആണെങ്കിലും മോൾ ആണെങ്കിലും അവർക്കെല്ലാം ലോകത്തെ ബിഗ്ഗസ്റ്റ് വേണം എന്നാണ് ഇവരൊരു ഷെയ്ക്കിന്റെ ഇന്റർവ്യൂ പറഞ്ഞതാ. ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് വേണം, ബിഗ്ഗസ്റ്റ് മോൾ വേണം, എല്ലാം ബിഗ്ഗസ്റ്റ് വേണം. നമ്മൾ അന്ന് പോയ സ്നോ ഏരിയ ഓർമ്മയില്ലേ? അതിന്റെ അകത്തല്ലേ? അല്ല, അത് മോൾ ഓഫ് എമിറേറ്റ്സിലാ. അല്ലല്ല, മോൾ ഓഫ് എമിറേറ്റ്സിലാ. തടുത്ത് കിടുങ്ങിയില്ലേ? എന്തൊരു ഏരിയ അതിനെ കാട്ടി വലുത് ഇപ്പൊ ഷാങ്ഹായിൽ പണിയാ. എനിക്ക് എപ്പോ കംപ്ലീറ്റ് ആവുന്ന വേൾഡ്സ് ലാർജസ്റ്റ് ഇൻഡോർ സ്നോ ഏരിയ. ചൈന എല്ലാം ബിഗ്ഗസ്റ്റ് ആവും, നോക്കിക്കോ. ആൾക്കാർ എന്നോട് കമന്റ് ചെയ്യാണ്, ചൈന എനിക്ക് പൈസ തരുന്നുണ്ട് ഇതൊക്കെ പറയാൻ. അതെ, 5000 രൂപ വ്യൂസിന് വേണ്ടി എനിക്ക് പൈസ ലക്ഷങ്ങൾ തരുമല്ലേ. വെൽക്കം ടു ചൈന ടൗൺ. കണ്ട ചൈനയുടെ ഭംഗി. ദുബായ് വരെ ചൈനയെ അംഗീകരിക്കാൻ നോക്കൂ. കണ്ട ചെറി ബ്ലോസം അപ്പുറത്ത് നോക്ക്, ചെറി ബ്ലോസം ട്രീ. ഞാൻ ഇതൊക്കെ നേരിട്ട് ചോങ്ചിങ്ങില് കണ്ടിട്ടുണ്ട്. പറയാ ഇതിന്റെ ഒക്കെ 10 ഇരട്ടി. എനിക്കിതൊക്കെ കണ്ടാ മതി, അതല്ലേ പറ്റുള്ളൂ. ഇത് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. സോ ഇത് ആക്ച്വലി ചൈന ടൗണിന്റെ രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹൗസ് ഓഫ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതൊരു എന്റർടൈൻമെന്റ് ഏരിയ ആണ്. ലുക്സ് വെരി കളർഫുൾ ആൻഡ് നൈസ്. എനിക്കൊന്ന് ഇതൊക്കെ ഞാൻ ദുബായ് മോളിൽ പുതിയതായിട്ട് വന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. നല്ല ഏരിയ കേട്ടാ. അതുപോലെ ചൈനീസ് ഫുഡും ചിലപ്പോൾ കിട്ടും. എനിക്ക് ചൈനീസ് ഫുഡൊക്കെ ചൈനയുടെ വില തന്നെ ആയിരിക്കും ഇവിടെ. അതായിരിക്കില്ല, അത് ദുബായിയുടെ വിലയായിരിക്കും. അതും കൂടെ വെക്കണേ. അയ്യടാ, അത് ചൈനയിൽ പോണം. പ്രിയക്ക് നടന്നുണ്ടല്ലോ ഊപ്പാടാണ്. ശരിക്കും ഒരു ദിവസം എക്സസൈസ് ആണ് നമ്മൾ ഇതിന്റെ അകത്ത് വന്ന് നടന്ന. ഇതിനൊരു എന്റെ വേണ്ടേ? എന്റെ ഇല്ല, ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അതുകൊണ്ട് നടക്ക്. നീ രാത്രി നീണ്ടു നിവർന്ന് പോയി കിടക്കാമല്ലോ. 2 ബെഡും ഉണ്ടല്ലോ. തിരിച്ചു പോണ്ടേ? അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നടക്കണം മെട്രോയിലേക്ക്. ഞാനില്ല, ഈ കളിക്ക് ഞാനില്ല. അകത്ത് ചൈനീസ് മാത്രമായിട്ടുള്ള ഫുഡ് കോർട്ട്. സോ ലുക്ക് ഹൗ ഇമ്പോർട്ടന്റ് ചൈന ഇസ് ടു ദം. ഇവിടെ മറ്റേ മിക്സിയും ഒക്കെ ഉണ്ടോ? മറ്റേ ചൈന ബ്രാൻഡ് അറിയില്ല അല്ലേ? ചൈനക്കാരൻ വന്നിരിക്കുന്നു. പിന്നെ അവിടെ നിന്നാ പോരാ, വന്നാ തിരിച്ചു. ഞാൻ പോയി അടുത്ത മാസം. പോയി നിന്നവിടെ. അവിടെ ഒരു ചെറിയ ഒരു കുഞ്ഞു വീട്, എന്താ ചെറിയ വീടൊക്കെ, ചിന്ന വീടൊക്കെ വെച്ചോ. അല്ലെങ്കിൽ ചൈനക്കാർക്ക് ഭയങ്കര ഇഷ്ടം നമ്മളെ. ആണോ? പൊക്കമുള്ളതുകൊണ്ടായിരിക്കും, മീശയും താടി ഉള്ളതുകൊണ്ടായിരിക്കും. അവിടെ ആർക്കും മീശ ആർക്കും ഇല്ല, വളരില്ല. അവർക്ക് വളരില്ലാത്തല്ല, ഷേവ് അല്ല, വളരില്ല. ഓ, ഇത് എന്തൊരു സൈസ് ഈ പാൻറ്റിക്കൊക്കെ. ദുബായ് പോലെ തരാട്ട, ഹ്യൂജ് ആണ്. നിങ്ങൾക്ക് ഹൗസ് ഓഫ് ഹൈപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ചൈന ടൗണിൽ വരിക, പാൻറ്റ കണ്ടുപിടിക്കുക. പാൻറ്റ കഴിഞ്ഞിട്ടുള്ള റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ഹൈപ്പ്. എനിക്കൊന്നും ഈ ഏരിയ അധികം ആർക്കും അറിയില്ല കേട്ടോ, കാരണം ഒട്ടും ക്രൗഡഡ് അല്ല. ഇതെന്താന്ന് നോക്കട്ടെ, ഹൗസ് ഓഫ് ഹൈപ്പ്. ഭയങ്കര ഹൈപ്പ് ഡബ്ബ ആണെങ്കിലും അധികം ആർക്കും അറിയില്ല കേട്ടോ ഇത്. ഇപ്പൊ മിക്കവരും വ്ളോഗ് കണ്ടിട്ട് ചിലപ്പോൾ വരും, ഇഷ്ടപ്പെട്ട. ഇത്രയും ദൂരെ കൊണ്ട് ഇത്രയും നടന്നു കൊണ്ടേ വെച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വരെ വരും. വരണം, നടന്നു വരണം. നൈസ് നോ? വെരി നൈസ്. ഭയങ്കര ഡിഫറെന്റ് വൈബ് കേട്ടാ. ഇതൊരു പുതിയ കംപ്ലീറ്റ് സെറ്റപ്പായിട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ റോഡിൽ വരെ അവര് ദുബായ് മോൾ ചൈന ടൗൺ എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓ നൈസ്. ഇതൊക്കെ എന്താവോ? ഫ്യൂവൽ പമ്പ് ഒക്കെ. ഐ നോ ഐഡിയ വാട്ട് ദിസ് ഈസ്. സച്ച് എ കൂൾ പ്ലേസ്. അത് മാത്രമേ അറിയുള്ളൂ. ഗെയിം 7-Eleven ഡ്യൂപ്ലിക്കേറ്റ് ഗെയിം കറക്റ്റാണോ ഇത്? പ്രിയ, ഹൗസ് ഓഫ് ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമേഴ്സീവ് പാർക്കാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മ്യൂസിയത്തിനകത്ത് കയറി ലൈറ്റ്സ്, മിറേഴ്സ് എല്ലാം കാണില്ലേ? ചിലയിടത്ത് നമ്മൾ ഹോങ്കോങ്ങിലൊക്കെ കയറി ഓർമ്മയില്ലേ? അതിൻ്റെ ഒരു ഭാഗം ഇത്.
അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ, ഞാൻ നോക്കട്ടെ. സോ ഹൗസ് ഓഫ് ഹൈപ്പ് ഉണ്ട്. ടിക്കറ്റ് ഓക്കെ ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ഒന്നല്ല, നല്ല എക്സ്പെൻസീവ് ആണ്. ചൈന വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ആണ്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു. കാരണം റൈഡ്സ് ഒന്നും ഇല്ല. 2005 ഒക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ. ഇവിടെ ഒന്നും ദുബായിൽ ഒന്നും ആ റേറ്റ് കിട്ടില്ല. 4500 for a person. 1 person. Plus വേദൂനും ടിക്കറ്റ്. അതെനിക്ക് അറിയില്ല കേട്ടോ. അവര് ചൈൽഡിന് എനിക്കൊന്ന് അബവ് 5 years ടിക്കറ്റ് കാണും. സോ ഹൗസ് ഓഫ് ഹൈപ്പിൽ പോയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കണ്ടിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമബിൾ ഒരു പ്ലേസ് ആണ്. പക്ഷേ ഐ ഹാവ് നോ ഐഡിയ ആക്ച്വലി വോട്ട് ഇത്. ഭയങ്കര ഒരു സ്ക്രീൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം എന്നറിയാം. ആൻഡ് ചൈന കണ്ടത് തന്നെ. അത് തന്നെ അല്ലേ നമ്മള് പോയപ്പോ കണ്ടില്ലേ, അന്തുവും ജെറിനായിട്ടൊക്കെ പോയില്ലേ, അതിന്റെ ഒരു വലിയ വേർഷൻ. അത് പക്ഷെ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ അല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പൊ ഇത് കാണണമെങ്കിൽ നിങ്ങൾ അത് കണ്ടാ മതി, ആ ചൈന വ്ളോഗ് കണ്ടാ മതി. അതെ, വേദുവിന് ഇവിടെ ഫുൾ മറ്റേ ഫ്രണ്ട്സ് ആണ്. അവൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഒരു ഐസ് ബ്രേക്കർ. ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് കിട്ടും. ഞാൻ അതുകൊണ്ട് എനിക്ക് മിക്കാറ് ഇത് ഊരിപ്പിക്കത്തില്ല. ഫുൾ ദുബായ് വ്ളോഗിൽ നിങ്ങൾ ഇതായിരിക്കും കാണുന്നത്. നമുക്ക് ഡിസ്ട്രിക്റ്റും കൂടെ കാണാം. ചൈന ടൗണിൽ പോയി ഹൈപ്പ് കണ്ടു. നമ്മളെ അവിടെ കിളി പോയിരിക്കുവാണ് ഹൈപ്പിൻ്റെ റേറ്റ് കേട്ടിട്ട്. എങ്ങനെയല്ല ഒരു 12,000-15,000 രൂപയൊക്കെ കൊടുത്ത് ജസ്റ്റ് ഒരു സ്ക്രീൻസിനകത്ത് കയറുന്നത്. ചൈന എന്ന് പറഞ്ഞാൽ മിണ്ടരുത് കേട്ടല്ല. ഗൈസ്, സോ ഇതാണ് ആക്ച്വലി വെൽക്കം ടു ദ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഏരിയ ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് ഓപ്പൺഡ് അപ്പ്. പക്ഷെ എന്നാലും എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എനിക്കൊന്ന് ഇതൊക്കെ ദുബായ് മോളിൻ്റെ പുതിയ ഏരിയ ആണ്. നമ്മൾ ഫുഡ്, ബാറ്, ഷോപ്സ്, ഗെയിംസ്, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മച്ച് മോർ. എനിക്കൊന്ന് ഇപ്പോൾ ഇവിടെ ആ കൂടെ 2-3 സ്ഥലങ്ങളെ തുറന്നിട്ടുള്ളൂ. എന്തായാലും ഒന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യാം. എടേ തുടങ്ങും ഒരു ഹാപ്പി സ്റ്റോർ ഇങ്ങോട്ട് ദുബായിൽ. അത് സത്യ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, മോണ്ടോക്സ് എന്ന് പറയുന്നത്. ഇതൊരു മറ്റേ നല്ല ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ ചോക്ലേറ്റ് ഫോണ്ട്യൂ അങ്ങനത്തെ ഒക്കെ. ഇതിൻ്റെ തന്നെ ഔട്ട്ഡോർ ഏരിയ ഉണ്ട് ഡൈനിങ് ആയിട്ട്. ഡെവലപ്പായി കഴിയുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും കേട്ടോ. കാരണം നല്ല ലൊക്കേഷൻസ് ആണ്. കംപ്ലീറ്റ് ഒരു ഫുഡിൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. ഇപ്പോൾ കുറച്ച് കഫേസേ ഓപ്പൺ ആയിട്ടുള്ളൂ. മുകളിൽ ജിമ്മാണ്. ആൻഡ് ഐ തിങ്ക് ഇത് ഓപ്പണായി കഴിയുമ്പോൾ വേറെ ലെവലായിരിക്കും അല്ലേ. ബാ ഇനി പ്രിയൊന്ന് പറയാ. അതെ, വേദുവിനെ നമുക്ക് ദുബായ് അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകാം. കാരണം എന്താ അറിയോ, ഒരു വലിയ പുതിയ ഷാർക്ക് ദുബായ് വന്നിട്ടുണ്ട്. അറിയോ ആരാ? ബാ കാണിച്ചു തരാം. പേടിക്കും. എല്ലാവർക്കും പേടിയായി ഷാർക്കിനെ. ബാ ബാ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ വലിയ ഷാർക്ക് ദുബായ് വന്നിട്ടുണ്ടത്. ഇതാണ് ഷാർക്ക്. എന്താണത്? ആണാ? കൊറേ സാധനം കിട്ടി. ഹാപ്പിയായി. ഒരു ഹഗ്ഗി കൊടുക്ക. പോ, ഫ്രണ്ടിനെ കണ്ടതല്ലേ. ആകെ കൂടെ ദുബായിൽ നമുക്കൊരു ഒരു നാച്ചോസ് പറഞ്ഞിട്ടുണ്ട് ചീസ് കേക്ക് ഫാക്ടറിയിൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ചിയേഴ്സ് ടു ദുബായ്. അതെ, കം ടു ദുബായ്. ആരോടും പറയരുത് കേട്ടോ, കണക്കില്ല. ഇതും കൂടെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വിചാരിച്ചു. സൈസ് നോക്കിക്കേ, 4 പേർക്ക് ശരിക്കും ഒരു നാച്ചോസും ഒരു കേക്കും സെറ്റാണ്. 2 കിലോമീറ്റർ നടന്നിട്ട് അടുത്ത ഫുഡ് കഴിക്കാം. രണ്ടുപേരും ഇതിനാണോ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ഇവിടെ വന്ന് രണ്ടുപേരും ഫോണും കുത്തിക്കൊണ്ടിരിക്കുന്നത്? ഓ, നിങ്ങൾ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. റംസാൻ ആവുമ്പോഴേ ഈവനിങ്സിൽ ദുബായ് മോളുടെ വൈബ് നോക്കിക്ക്. തിരക്കും. സമയം 10-11 മണിയാകണ്ട കേട്ടോ. തിരക്കും ലൈറ്റ്സും ആ ഗ്രാൻഡിയർ മൊത്തം കാണാൻ പറ്റും ദുബായ് മോളില്. അടിപൊളി സെറ്റപ്പ് കേട്ടാ. പക്ഷെ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. എനിക്കൊന്നും അവർ ഈ റംസാൻ ടൈമിന് വേണ്ടി ചെയ്തതാണ്. ഒബ്വിയസ്ലി ആ ലാമ്പൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അയ്യോ,
വരണ്ട ടൈം ആക്ച്വലി ഐ തിങ്ക് സോ റംസാൻ തന്നെയാണ്. ഒരു ആഘോഷമാണ് ശരിക്കും വൈകുന്നേരം ദുബായില്. കറക്റ്റ് ടൈമിന് ഇത് കാണാൻ പറ്റിയ കേട്ടാ. അമ്മോ കൊള്ളാലോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടാ. നമ്മള് ദുബായ് ഫൗണ്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ദുബായ് യു ബ്യൂട്ടി. ഓ എങ്ങനെയുണ്ട് വേദോ? ഫൈനലി ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ ദേറയിലെ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ വന്നിരിക്കുകയാണ്. സോ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കണം. ഭയങ്കര ടയറിംഗ് ആണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി വേദു ഭയങ്കര ഹാപ്പി കാണുമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ നിങ്ങളും ഇനി കുറച്ച് ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ലോട്ട് ഓഫ് ഫൺ ഇൻ ദുബായ്. പോകുന്നുണ്ട് അവര് ദിയയ്ക്ക് സാധനം വാങ്ങാൻ.